Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അച്ഛനെങ്ങാനും കണ്ടിട്ടുണ്ടാവോ ആവോ? ഡോണ്ട് വറി മൈ ഗേൾ. നിന്റെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല, ഞാൻ വിളിച്ചിറക്കൊണ്ടെങ്കിൽ വരും. അത്ര തന്നെ. എന്താ വരില്ലേ? ആ നമുക്ക് നാളെ കാണാട്ടോ. ആ ഒന്ന് പോയേ, ഇങ്ങനെ നാണില്ലാത്തൊരു സാധനം. ഓ എന്നാ പോണടേ. പിന്നെ ഞാൻ പോണോ? ഒന്ന് പോയേ. മോളു നോക്കി പോണേ. വീട്ടിലെത്തിയ ഉടനെ വിളിക്കണം, എന്നാലേ സമാധാനമുള്ളൂ. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എടി ബസ് പോവാറായി, വേഗം വാ. നമുക്ക് എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചാലോ? നമ്മുടെ മാതാപിതാക്കളെ വെറുപ്പിച്ച് സുഖമായി ജീവിക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? നമ്മൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒരുമിച്ച് ജീവിക്കും, തീർച്ച. എടി ബസ് പോകും, വേഗം വാ.
അങ്ങനെ അവളെയും തലേന്നൂരി. നാളെ ഫ്രീ ആണോ? യെസ്. എന്റെ കാര്യം കൂടി പറഞ്ഞോ? എന്റെ കാര്യം നമ്മുടെ കാര്യം പറ. അതാണ്. വണ്ടി ഇടും മോനെ, മഴ വരുന്നുണ്ട്. എന്നാ നടക്കണം. അപ്പൊ ശരിയളിയാ. ഗ്ലാസ് തന്നിട്ടൂടാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് പറയാം. ഹായ് അമ്മൂസ്, ഒന്ന് വേഗം ആട്ടെ, അവിടെ സീരിയൽ തുടങ്ങാൻ സമയമായി. ഒന്ന് പോടാ അവിടുന്ന്. നീ ഇങ്ങനെ വായി നോക്കി നടന്നാ മതി കേട്ടോ. അയ്യോ, ആ നിന്നോട് കറണ്ട് ബില്ല് അടയ്ക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി? അച്ഛാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിസി ആയിരുന്നു. ബിസി. 2 കമ്പ്യൂട്ടർ 4 പെൺകുട്ടികളെയും വെച്ചിട്ട് അവൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓ എടാ, നിന്റെ പ്രായത്തിൽ ഞാനൊരു കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്നു, അറിയോ? പോട്ടെ, നാളെ അവനത് അടച്ചോളും. അതൊന്നും പറയണ്ട, അമ്മ ഇവനെ വഷളാക്കുന്നത്. അവനെ മാത്രം എന്തിനാ കുറ്റം പറയുന്നേ? മക്കൾക്കെല്ലാം സൗകര്യം കൊടുത്ത് ലാളിച്ച് വളർത്തുമ്പോൾ ആലോചിക്കണമായിരുന്നു. അതാണ് അമ്മുമ്മേ, ഈ ബിൽ ഗേറ്റ്സും സ്റ്റീവ് ജോബ്സൊന്നും ജനിച്ചപ്പോ തന്നെ സക്സസ് ആയിരുന്നില്ല. അമ്മുമ്മ നോക്കിക്കോ, ഞാനും ആകും ഒരു ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് പോയിട്ട് നീ ഒരു സാധാ ഇരുമ്പ് ഗേറ്റ് ഉണ്ടാക്കിയ ഭാഗ്യം. അവന്റെ ഒരു ബിൽ ഗേറ്റ്സ്. ഇങ്ങനെ എവിടുന്ന് കിട്ടി? പോടാ അവിടുന്ന്. എവിടെ? ഫ്ലാറ്റിലോ? ആണോ? എന്തേ? നാളെ 10 മണിക്കോ? മോളെ ശരി, തകർക്കാബി. ഒന്ന് നിർത്തടാ. ഓ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉപദേശാണേ വേണ്ട. ഓ ഏട്ടനാ, ഇതൊരു സീരിയസ് മാറ്ററാ. ഓ എന്നാ പറ. എടാ, എൻ്റെ ഓഫീസിൽ പുതിയൊരു പെൺകുട്ടി വന്നിട്ടുണ്ടടാ. ആണാ? എന്തേ? അല്ല, ഈ പെണ്ണ് വന്നതിന് ചേട്ടൻ എന്താ? എനിക്ക് അവളെ ഇഷ്ടാടാ. നീ എങ്ങനെയെങ്കിലും അച്ഛനമ്മയും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. അതിനാ പെണ്ണിന് ഇഷ്ടപ്പെടണ്ടേ? അവൾക്ക് എന്നെ ഇഷ്ടാടാ. അമ്പടാ കൊച്ചു കള്ള. ഇതെപ്പോ ഒപ്പിച്ച്? എന്തൊക്കെ ആയിരുന്നു ഉപദേശം? പ്രേമം ഒരു ടൈം വേസ്റ്റ് ആണ്,
കരിയറി കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്നിട്ടിപ്പോൾ എന്തായി? ആ പറ കഥ പറ. എന്ത് കഥ? ഛേ, കഷ്ടം. എവിടെ വെച്ച് ആദ്യം കണ്ടു? എങ്ങനെ വീഴ്ത്തി? പറയുന്നേ. അതോ അവളാണോ ചേട്ടനെ വീഴ്ത്തിയേ? പോടാ. ബോറടിപ്പിക്കാതെ കാര്യം പറ. 80%, sir. Oh, that's fine. Yeah, come in. Varun, this is Nidhi. Hi. Nidhi. ഈ പ്രോജക്റ്റിന്റെ ഇൻചാർജ് വരുണാണ്. He will help you. Okay, sir. Okay? Okay. All the best. Thank you, sir. എന്നിട്ടെങ്ങനെ വീഴ്ത്തി? കോഫി, റോസ്, സെന്റി, അതോ തമാശയാ? പിന്നെ എങ്ങനെ? ഹായ്. എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പറഞ്ഞോട്ടെ? ഇല്ല 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 ഇല്ല. കുടിച്ചോ കുടിച്ചോ. ഞാൻ വീട്ടിൽ പറയട്ടെ? സ്ട്രെയിറ്റ് ആയി പറഞ്ഞ പാവ കുട്ടി എൻ്റെ ഏട്ടാ. പോട്ടെ. എന്നിട്ട് ഇതെങ്ങനെ അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കും? വഴിയുണ്ടാക്കാം. കക്ഷി കാണാൻ എങ്ങനെ? ഇത് ഇത് നിധിയല്ലേ? നിനക്ക് അവളറിയാവോ? എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. എന്ത് രസാലേ. എല്ലാരും സമ്മതിച്ചാൽ മതിയായിരുന്നു. നീ പറഞ്ഞൊന്ന് ശരിയാക്കിയാൽ മതി. ശരിയാവായിരിക്കും. ഈ വെളുപ്പാങ്കാലത്ത് നീ നടക്കുന്ന കാണാൻ വിളിച്ചോണ്ട് വന്നാണ്?
നീ എന്താന്ന് വെച്ചാ പറയ്. എടാ ഏട്ടൻ കെട്ടാൻ പോവാന്ന്. അതിന് നിനക്കെന്താ എത്ര ടെൻഷൻ? പെണ്ണ് നിധിയാണ്. നിധിയോ? നമ്മുടെ പഴയ ലോകത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്, എന്നിട്ട് ഏട്ടനെ കെട്ടാൻ ആ പൂതനെ മാത്രമേ കിട്ടിയുള്ളൂ. അതിനെ ചേട്ടനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒറ്റ ഒരുത്തിയെ വിടാതെ പ്രേമിക്കുമ്പോഴേ അപ്പ ആലോചിക്കണായിരുന്നു. എന്തായാലും അളിയാ, നിന്റെ ഒരു ഭാഗ്യം. പ്രേമിച്ച പെണ്ണെ തന്നെ ഏട്ടത്തിന്ന് വിളിക്കാലോ. ഹോ, അനിയ കുറച്ച് മോര് നിൽക്കട്ടെ. ഓടാ, ഞാൻ ഏട്ടനോട് പറയാൻ പോവാ. ഇപ്പൊ കുറച്ച് വിഷമമുണ്ടായാലും പണി കിട്ടൂല്ലോ. ഓൾ ദ ബെസ്റ്റ് അളിയാ. വട്ടായ എന്താ ഇത്ര അത്യാവശ്യമായിട്ട് പറയണ്ടെന്ന് പറഞ്ഞത്? ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ഏയ്, നീ കാര്യം പറ. നിധി എൻ്റെ ബാച്ച്മേറ്റ് മാത്രമല്ല, ഞാൻ പ്രേമിച്ച പെണ്ണുകൂടിയാ. ഏട്ടൻ വിഷമിക്കണ്ട. നിങ്ങൾ തമ്മിൽ വല്ലതും ഏ പ്രേമിക്കുന്ന അത്ര വലിയ തെറ്റാണോ? നീ തന്നെ എത്ര പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട്? അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വല്ല കന്യാസ്ത്രീയും പോയി കെട്ടേണ്ടി വരും. ഏട്ടൻ എന്താ പ്രേമമൂത്ത് വട്ടായോ? ഏട്ടാ അവളൊരു ഫ്രോഡാ. ഇതാണെങ്കിൽ സ്ഥിരം നമ്പറാ മോനെ. ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അവൾ കൊള്ളരുതാത്തവൾ നടിച്ചിറക്കും. കിട്ടാത്ത മുന്തിരി പുളിക്കും. അവള് വേണ്ട ഏട്ടാ. ഏട്ടൻ അവളെക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. നീ വെറുതെ കഷ്ടപ്പെടണ്ട. എനിക്ക് അവളെ ഇഷ്ടമാ. ഞാൻ അവളെ തന്നെ കിട്ടും. നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും, ഇല്ല ഞാൻ വേറെ വഴി നോക്കിക്കോളാം. അവളൊരു ഫ്രോഡാന്ന് ഞാൻ തെളിയിച്ചാലോ? അപ്പൊ ഏട്ടൻ അവളെ വിടുവോ? അതെങ്ങനെ? അവൾ എന്നെ തന്നെ ഇഷ്ടമാന്ന് പറഞ്ഞാലോ? അത് അവൾ ഒരിക്കലും പറയില്ല. പറഞ്ഞാലോ? ശരി, അത് തെളിവ് സഹിതം എന്നെ വിശ്വസിപ്പിച്ച ഞാൻ അവളെ മറക്കാം. ഉറപ്പാണോ? അബി, ഇത് വേണോടാ? നീ പഴയ കാര്യങ്ങളൊക്കെ മറന്നോ? എടാ, അവള് പഴയതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ? എടാ, എനിക്ക് സഹിക്കണില്ലടാ. അളിയാ, അളിയാ, എന്താ അസല് ബിരിയാണി. അഞ്ചാരി കൺട്രോൾ. നീ മറന്നോ പഴയ കാര്യങ്ങൾ? പടച്ചോനെ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഒരു താത്തക്കുട്ടിയെ ചാലാക്കി തരണമേ.
എങ്ങനെയായിരിക്കും? അളിയാ ഇത് വെറും ട്രെയിലർ. പടം തുടങ്ങാൻ പോണതേ ഉള്ളൂ. മൂന്നെണ്ണം ഉള്ള അളിയാ. ഹലോ, എന്താ പേര്? അൻസാരി. ഹലോ ഹലോ, എന്താ പേര്? അഭയ് വേൽ. അഭയ്? അഭയ് വേൽ. അഭയ് വേൽ. പല്ലും തേക്കും ശവം. അതിൽ കൊള്ളാല്ലേ? നിനക്ക് ചേരൂല്ലോ മോനെ. രണ്ടും പോക്കാടാ. പോടക്കടാ. പിന്നെ പോടാ അവിടെ. നോക്കണുണ്ട് ബാക്കിലോ. ആ അവൻ തന്നെ. തോന്നുന്നു മോനെ. തടീന്റെ ഇരിപ്പ് നോക്കി. ഗുഡ് മോർണിംഗ്. ഹലോ, ഞാൻ രഞ്ജൻ എബ്രഹാം, നിങ്ങളുടെ ഇലക്ട്രോണിക്സ് പ്രൊഫസർ. വെൽക്കം ടു ഫസ്റ്റ് ഇയർ ബി.ടെക്. സൈലൻസ്. ഷാൻ തുളസി. മനു സി വി. പ്രസന്റ് സാർ. അരുൺ കെ തോമസ്. പ്രസന്റ് സാർ. അനു. പ്രസന്റ് സാർ. ഗോപിക. പ്രസന്റ് സാർ. ജിത്തു. പ്രസന്റ് സാർ. നജീന. സാർ. അഭയ്. അഭയ് വേലായുധൻ. Silence. Sit. Why you choose electronics as your main? You don't know? Don't you? Let us talk something about electronics. You know, after 3 years, you will realize that electronics is a vast subject. Ennalum. Okay, let's wind up now. We will meet tomorrow, okay? നമുക്ക് ബസ് കിട്ടും. അതിനെ പോകാം. ഞാൻ ഉറപ്പിച്ചു ഇവളെ തന്നെ അളിയാ. ബസ് 4:10-നല്ലേ? വാ മുട്ടി നോക്കാം. ട്രെയിലർ ഇപ്പൊ കഴിഞ്ഞു. പുതിയ ആളാണ്. ഒരു സുഖമില്ല നീ നടന്നു. ഹലോ, ഞാൻ അഭയ്. ഹായ്. ഞാൻ അൻസാരി. നിധി. ഓ, കുട്ടിയുടെ ശ്രുതി. നൈസ് നെയിം. എവിടെ വീട്? എടപ്പള്ളി. ആ, എന്റെ വീടും അവിടെയാ. നിന്റെ വീട് തൃശ്ശൂരല്ലേ? എടപ്പള്ളിക്ക് അടുത്തുള്ള ആ തൃശ്ശൂര്. ശരി. വായി നോക്കിയത്. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വേടാ. നിന്റെ പോടാ. പൊടന്ന് വേറെ പണി. ബാബാ പോവാം. നിധി. അമ്മയ്ക്കറിയില്ല സോമശേഖരൻ പിള്ള മോനെ കിട്ടുന്നത്. അഭി, എടാ അഭി, ഈ ചെറുക്കൻ അതാ വരുന്നു. അവൻ വല്ലവരുന്ന് വായിക്കുകയായിരിക്കും. വായന. അവനാ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കുത്തിപ്പിടിച്ചിരിക്കുകയായിരിക്കും. നിനക്ക് സാമ്പാർ എടുക്കട്ടെ? ആ, കുറച്ച് മതി. സാമ്പാർ കുറച്ച് എരിവ് കൂടി പോയി കേട്ടോ. കുറച്ച് എരിവ് നല്ലതാ. അമ്മേ, ആ വരുൺ, പോയി കൈ കഴുകിയിട്ട് വരും.
ഭക്ഷണം കഴിച്ചിട്ട് മതി ബാക്കി പരിപാടിയൊക്കെ. ശരി. ആ നീ എന്താടാ നോക്കിയിരിക്കുന്നേ? വേഗം കഴിക്ക്. അമ്മ ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ? അവന്റെ പണി തന്നെ ഇതല്ലേ. കഴിക്കടാ, കഴിക്ക്. ഇവനെന്തൊന്നൊരു മ്ലാനത. പ്ലാനതയൊന്നുമില്ല. അഭിയെ നന്നാകാൻ തീരുമാനിച്ചു. അവളെന്താ എത്ര നോക്കിയിട്ടൊന്നും മൈൻഡ് ചെയ്യാത്ത? ഞാൻ ഇടപെടണോ? എന്നിട്ട് വേണം ഇവിടുന്ന് കൂടി പുറത്താക്കാൻ. ഓ എന്നാൽ ഐൻസ്റ്റീൻ്റെ ബുദ്ധി ഒന്ന് കാണട്ടെ. വാനൂട്ടാ പറയാം. ഇവിടുന്ന് എനിക്ക് കിട്ടുമല്ലോ. ചേട്ടാ നീ എന്ത് ചെയ്യാൻ പോവാ? ഞാനേ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഒന്നുകൂടെ ഒന്ന് റൂട്ടാക്കിയിട്ട് പോരാളിയാ. നോക്കാം, നീ വാ. നടന്നാ കാണാം. കഴിഞ്ഞില്ലേ? ബൈ. എടാ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോരാ. ബൈ. ഇറങ്ങോ? എന്തുവാടെ ഒറ്റയ്ക്കൊരു പഠിത്തം? ചെല്ല് ചെല്ല്. ഹായ്. അതെ നിധി ഇഷ്ടാ. എനിക്കല്ല, അൻസാരിക്ക. അവനെ ഒരു പ്രത്യേക ക്യാരക്ടറാ. പണ്ടേ 9ാം ക്ലാസ് വെച്ച് പ്രേമിച്ച പെൺകുട്ടി നോ പറഞ്ഞതിന് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആളാ. നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ നിധി പറഞ്ഞ ചിലപ്പോ അവൻ വയലന്റ് ആവും. എന്താ അവൻ ചെയ്യാന്ന് പോലും പറയാൻ പറ്റൂല. ചിലപ്പോ നിധിയെ തന്നെ അവൻ ആക്രമിക്കും. ഞാൻ അവനോട് എന്ത് പറയണം? നിധി വിഷമിക്കണ്ട, തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കാം. ഓക്കെ ശരി. അപ്പോ പണി കിട്ടിയോ? യെസ്. എന്തായി? ഏറ്റളിയാ, നീ അവളെ നോക്കി ചിരിച്ചു. എടാ നിന്നെ പറ്റി ഞാൻ കുറെ പൊക്കി പറഞ്ഞിരിക്കുക. അല്ല നീ എന്താ അവളോട് പറഞ്ഞു? നിനക്ക് അവളെ ഇഷ്ടാന്ന്? അതല്ലടിയാ, നീ ഒന്ന് അഭിനയിക്കണം. പോടാ. എന്താടാ, എനിക്ക് വേണ്ടിയല്ലടാ. വേറൊരു കാര്യമുണ്ടേ, നിനക്ക് ഞാൻ ഫസീലയുടെ നമ്പർ തരാം. തന്നെ? ആ എന്നാ വാളിയാ. ഈ നമ്പർ തന്നെയല്ല ഞാൻ നിനക്ക് തന്നത്. ആണോ? ഫസീലയുടെ ആന്നേ. നോക്കട്ടെ. ഒരു താത്തക്കുട്ടി. എവിടെ? ചെന്ന് മുട്ടറാ. പേരെന്താ? പാർവതി. പാർവതിയാ? ഈ ഹിന്ദു പിള്ളേർക്ക് തട്ടോണ്ട കാര്യം എന്താ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. നാളെ ലൈബ്രറി പോയി ഓപ്പറേഷൻസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണ്ടേ? ആ കഴിഞ്ഞു. സാറ് നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഓക്കെ ഓക്കെ. ഇവൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കിട്ടും. എന്താ പോടാ പോടാ. നിധി പോലെ പോലെ 1 മിനിറ്റ് ഒരു കാര്യം പറയാണ്ട്. എന്താടാ? ഒന്നുമില്ല. എന്റെ എല്ലാ സംശയം ഇന്ന് തീർക്കണം. നിധി ഇതൊന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞിട്ടില്ല. സാറ് ക്ലാസ് എടുത്തപ്പോൾ ശ്രദ്ധിക്കണ്ടേ? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അത് നോക്കാൻ പോണാകുന്നു.
അപ്പൊ ഞാൻ പൊട്ടനാണോ? ആണോ? ആണോ? ഏയ്. ആയ്. ഉഫ്. ഞാൻ ഒരുപാട് പറഞ്ഞവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒരു രക്ഷയില്ല. അവസാനം എനിക്കൊരു കടുങ്കൈ ചെയ്യേണ്ടി വന്നു. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അല്ല, കുഴപ്പമില്ല, കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ ഞാൻ അഭിനയിക്കാം. കുട്ടി എൻ്റെ കൂടെ അഭിനയിക്കില്ലേ? എന്താ ഇപ്പൊ ഒരു സംശയം? ഇങ്ങനെ അങ്ങ് നടന്നൂടെ? ഓൾ ദി ബെസ്റ്റ് അളിയ. ഇപ്പകം വരുവാടാവള്. ഒന്ന് വെയിറ്റ് ഹായ്. ആ, എത്ര നേരായി? വാ പോ. സാരി എടുത്തതാ. ഇവിടുന്നോ? ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു മണ്ട കൊള്ളില്ലേ? നീ ഒരു കാര്യം ഇവിടെ വളയെ ഞാനും ഒരാളിയെ നിങ്ങളോട് വേറൊരു കാര്യമുണ്ട്. എടാ ഞാനല്ലേ പറയുന്നത്, നീ വന്നാൽ ശരിയാവില്ല. അല്ല പോകണോ? ഈ നശിച്ച സാറ്റർഡേ സൺഡേ ഇല്ലായിരുന്നെങ്കിൽ. അതിനിപ്പോ എന്തു പറ്റി? ഡാൻസ് അരി വീക്കിൽ ഫുൾ ഡേ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ. ബോറ്. അത് നിനക്ക് മൺഡേ ടു ഫ്രൈഡേ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ. എന്തു പറ്റിടാ ഒരു റൊമാൻസ് മൂഡ്? അതടാ, അവൾ എൻ്റെ ഉറക്കം കെടുത്തുന്നു. വിശപ്പും ദാഹവും ഇല്ലാതെ. എവള്? നിധി. അവൾ എൻ്റെ ആത്മാവിൻ്റെ ഭാഗമായതുപോലെ. ആര്? നമ്മുടെ നിധിയാ? നീ തമാശക്കാണെന്ന് പറഞ്ഞിട്ട് സത്യം? ഓക്കെ മച്ചാ. ഇവിടെ ഇരിക്കായിരുന്നോ? എന്തായി? ഞാൻ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലേ? ഓ, തനിക്ക് ഭയങ്കര ബുദ്ധിയല്ലേ? സംശയമുണ്ടോ? തന്റെ വിചാരം ആ പൊട്ടൻ അൻസാരിയെ കണ്ട് പേടിച്ച് ഞാൻ ലൈനായതാന്നാ? ആ നമ്പർ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. അയ്യടാ.
പിന്നെ നീ എന്തിനാ മിണ്ടായിരുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ആരോ നീ ആരോ എന്നും എൻ ചാരേ അഴകേ നീ വന്നു അനുരാഗലോലയായി നിന്നു അഴകേ നീ വന്നു അനുരാഗലോലയായി നിന്നു ആരോ നീ ആരോ എന്നും എൻ ചാരേ എന്നീ പാട്ടിൻ ശ്രുതിയായി നീ അലിയൂ എന്നിൽ ലയമായി എന്നീ പാട്ടിൻ ശ്രുതിയായി നീ അലിയൂ എന്നിൽ ലയമായി വെണ്ണുകിലേ നിന്നിൽ ചേരും നിമിഷം വെണ്ണുകിലേ നാം ഒന്നായി ചേരും നിമിഷം ആരോ നീ ആരോ എന്നും എൻ ചാരേ ആമ്പൽ പൂവിൻ നിഴലായി നീ ഈ രാവിൽ എന്നിൽ അണയുമ്പോൾ ആമ്പൽ പൂവിൻ നിഴലായി നീ രാവിൽ എന്നിൽ അണയുമ്പോൾ വാർമുകിലേ നിലാവിൻ കുളിരായണയു നീ വാർമുകിലേ എൻ കനവിൻ മായ മന്ത്രം നീ ആരോ നീ ആരോ എന്നും എൻ ചാരേ അഴകേ നീ വന്നു അനുരാഗലോലയായി നിന്നു അഴകേ നീ വന്നു അനുരാഗലോലയായി നിന്നു ആരോ നീ ആരോ എന്നും എൻ ചാരേ നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയിട്ട് എത്ര കാലായി അല്ലേ? അതിനെന്താ? പിന്നെ എന്റെ ഫ്രണ്ടിന്റെ വീട് ഫ്രീയാ, പോയാലോ? കല്യാണം കഴിഞ്ഞിട്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാട്ടോ. ശരി. വേണ്ടായിരുന്നു. എവിടെന്നാ കിട്ടി ഇങ്ങനെ ഒരുത്തനെ? ആരെ?
ആ മന്ദബുദ്ധി അൻസാരിയെ. അവനോ? അവന്റെ ഒരു വേഷവും ഭാഷയും പെൺകുട്ടികളുടെ വായി നോക്കിയിട്ടുള്ള അവന്റെ ഒരു നിപ്പും. വേഷത്തെക്കുറിച്ചൊന്നും പറയണ്ട, അതല്ല അവൻ്റെ ഒരു നമ്പരാ. പിന്നെ ആ കാറ് അടുത്ത വീട്ടിൽ ആൻറ്റിയുടെയാ, റെന്റിന് കൊടുക്കാൻ ഏൽപ്പിച്ചതാ. ആണോ? പോടാ. പടം കൊള്ളാല്ലേ? ശരിക്കും ഈ സാറ്റർഡേ സൺഡേ പരമ ബോറ. മൺഡേ ടു ഫ്രൈഡേ നമുക്ക് എവിടെ വെച്ച് വേണേലും മീറ്റ് ചെയ്യാമല്ലോ, ചുറ്റി അടിക്കാം. കോളേജ് ഉണ്ടല്ലോ. ഇതിപ്പോ വീട്ടുകാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച്. അത് ശരി. ഇനിയിപ്പോ അടുത്ത ആഴ്ച വേണ്ട പടം കാണാൻ. വേണ്ട കേട്ടോ. പ്ലീസ് ഒരെണ്ണം പ്ലീസ്. ഇല്ല പ്ലീസ്. എന്നാ പോ. ഓടി. അബി പ്ലീസ് പ്ലീസ്. അങ്ങനൊന്നും പാടുപെടണ്ടെന്നേ, ഇതൊക്കെ സിമ്പിൾ. ഞാൻ കാണിച്ചു തരാം മൊത്തേ. ഇതിനൊക്കെ എനിക്ക് ബിരിയാണി വാങ്ങിച്ചു തരണം കേട്ടാ. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാണ് ഈ പാടുപെടുന്നത്? അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട്. മൊബൈൽ എങ്ങോട്ടാടാ? വാ പറയാം. എന്താ കാര്യം? നീ ഇവിടെ നിൽക്ക്. ആരെങ്കിലും വരുവാണ് സിഗ്നൽ തരണം. ഓക്കെ? എന്താ കാര്യം? എടാ പറയാം, നീ ഇവിടെ നിൽക്ക്, ഞാൻ വേഗം വരാം. ഓക്കെ? എന്താണ് ഇവന്റെ പരിപാടി മനസ്സിലാവുന്നില്ല. എടാ അവി സിനി സുമ എല്ലാത്തിന്റെയും വിധി. കോളേജിലാണോ നിന്റെ തോന്നിവാസം? എന്താ ഇവിടെ? പോയേ പോയ പോയ സാറ് വന്നോണ്ടാ. നീ ടെൻഷൻ അടിക്കാടാ. പറ്റിപ്പോയില്ലേ, സാരല്ല, നീ അത് വിട്. കൊള്ളാം കൊള്ളാം. ഒരേ സമയം എത്ര എണ്ണാടാ? ഒന്ന് പോടാപ്പാ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് ഓരോന്ന് വരും. നിധി, നീ വിചാരിക്കുന്ന പോലെ You cheat. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നിധി നിന്റെ ഏട്ടന്റെ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നേ?
പിന്നെന്താ ഇവിടെ? എടാ അവൾക്ക് കമ്പനി മാറി കിട്ടി. ഇപ്പൊ എവിടെയാ? ഏട്ടനെ അഡ്രസ് തന്നു. ഇത് വേണോ? വാടാ. എടാ കോളേജിലെ അന്നത്തെ പ്രശ്നമൊക്കെ. നീ എന്തിനാ പേടിക്കുന്നത്? 2 കൊല്ലം കഴിഞ്ഞില്ലേ? എന്നാലും ഓക്കെ സർ. ഷെറീൻ, എക്സ്ക്യൂസ് മീ, യെസ്, I would like to meet Miss Nidhi. 1 second. You are? Aravind, her friend. Ma'am, one Mr. Arvind is here to meet you. കൊള്ളാം. Okay, ma'am. She's in an interview. Please tell her, it's urgent. Ma'am, he says it is urgent. Okay, ma'am. Please sit. She will be here in a minute. Okay. Hello, Anida. Please check the list. Okay? കൊള്ളാളിയാ. Ma'am, അവിടെ. നിധി, പ്ലീസ്, എനിക്കൊന്ന് പേഴ്സണലായി സംസാരിക്കാനുണ്ടായിരുന്നു. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. നിധി, അത് ഞാൻ പ്ലീസ് പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. കണ്ട വഴിപോക്കരെയൊക്കെ സൽക്കരിക്കാനുള്ള സ്ഥലമല്ലത്, മനസ്സിലായോ? ഇഡിയറ്റ്സ്. അതെ, എൻ്റെ ഗേൾഫ്രണ്ടാ. ചെറിയൊരു പിണക്കം. 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. കുട്ടി ബോയ് ഫ്രണ്ടായിട്ട് തല്ലുകൂടാറില്ലേ? പക്ഷേ ഞാനിത് കാരണം ബ്രേക്കപ്പ് ചെയ്യുന്നത് ശരിയാണോ? അവളുടെ ദേഷ്യം മാറിയാൽ ഓക്കെ ആവും അല്ലേ? അല്ല, ഈ ഇന്റർവ്യൂ ഏത് പോസ്റ്റിന്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്താ ക്വാളിഫിക്കേഷൻ? ബിടെക് IT. CV ഉണ്ടോ? അത് ഇപ്പൊ കൊണ്ടുവരാം. നീ വാ, പണിയുണ്ട്. എക്സ്ക്യൂസ് മീ, ദാ CV. പ്ലീസ് സിറ്റ്. വിളിക്കാം. ഓക്കെ. ഓക്കെ. മിസ്റ്റർ അൻസാരി. ഇവന്മാരിതിലേക്ക് നിന്നെയാ. ഞാനോ? ഞാനിവിടെ CV ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ? അതെ അളിയാ, ഞാൻ കൊടുത്ത്. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമല്ലേ? പോടാ, ഞാൻ പ്രിപ്പയർഡ് ഒന്നുമില്ല. അൻസാരി. ഇവിടെ ഉണ്ട്. പോടാ പട്ടി. അവനെയാ. അളിയാ, എന്തൊക്കെയാണ് ചോദിച്ചത്? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മിസ്റ്റർ അഭയ്. തിയറി വല്ലതും ചോദിച്ചാ? ലൈബ്രറി ഫംഗ്ഷൻ ഓഫ് C++. ലൈബ്രറി ഫംഗ്ഷൻ ഓഫ്, അതിൻ്റെ ഉത്തരം എന്താ? May I come in, sir? Come in. Sit down, please. Thank you, sir. Abhay Velayathan? Yes, sir. Introduce yourself. Past BTech IT from Holy Grace Engineering College, Mala. Oh, good. Currently working as a tutor at Infomedia. Oh, fine. Mr. Abhay Velayathan, Yes, who inspired you the most? Bill Gates. Why? Sir, we all know that this is a fast-growing world. All lives in an IT world, quickly growing. Bill Gates made all these technologies available for common people also. That's why, sir, I respect him the most. Oh, that's good. Thank you, sir. Okay, Abhay, we will let you know. Thank you. Hello. Okay, Mr. Vineet, we will meet on next Monday.
താങ്ക് യു സർ. ആ അളിയാ, ഇന്റർവ്യൂ ഒക്കെ എടാ, നാളെ ജോയിൻ ചെയ്യണം. എടാ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അള്ളാക്കറിയാ ഇങ്ങനെയാണെന്ന്. ചേട്ടന്റെ നിധി ഇനി എന്റെ ഖജനാവിൽ. അളിയാ കോൾ അടിച്ചല്ലോ. വരൺ എങ്ങനെങ്കിലും ജീവിച്ചോളൂ. അത് ശരിയാ. എനിക്ക് അബിയുടെ കാര്യം ഓർത്തിട്ട് ആ ആ ആ എന്താവോ എന്തോ, എല്ലാം ശരിയാകുമായിരിക്കും. അമ്മേ, ഏ ഷർട്ടും പാൻ്റെ കലക്കിട്ടുണ്ടോ? നിന്റെ അലമാരിയിലുണ്ടാകും. എന്താ? ഓ, എനിക്കൊരു സോഫ്റ്റ്വെയർ കമ്പനി ജോലി ശരിയായിട്ടുണ്ട്. നാളെ ജോയിൻ ചെയ്യണം. ഈശ്വര, ഞാൻ ഈ കേട്ടത് സത്യമാണോ? ശോ, ദൈവമേ. അബി, എടാ അബി, നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? ദേ സമയം 9 ആയി. ശോ, ഓ ഇവിടെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, കൊണ്ടുവരുന്നു. I can't tolerate this. Sir. Yes. ഫസ്റ്റ് ഡേ തന്നെ എന്താ ഇത്? സാർ വയറിന് നല്ല സുഖമില്ലായിരുന്നു സാർ. രണ്ടുപേർക്കും ഒരേ പ്രശ്നമോ? Don't repeat this. Okay? Okay sir. എടാ നിനക്ക് വയറുവേദന മാറ്റി വെച്ചിട്ടുണ്ടോ? Responsible fellows. In this process, X and Y Excuse me. I have a doubt. എന്താ? അല്ല, ഇപ്പൊ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറയാവോ? In this function, X and Y are the variables used to verify the equations and for calculating other components accurately. പിന്നെ അതെ, ആ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ശരി. നോക്കുന്നുണ്ടാ? വരുന്നുണ്ടാ? I want to see you in my cabin now. Look, പണ്ട് നമ്മൾ തമ്മിൽ പലതും ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഇപ്പൊ നമ്മൾ ഒരേ കമ്പനിയിലെ കോളീഗ്സ് ആണ്. എനിക്ക് തന്നോട് ഒരു ദേഷ്യവും ഇല്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. ഈ ഓഫീസിൽ ഞാനൊരു ടീം ലീഡറും താൻ ഒരു ടീം മെമ്പറുമാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് യാതൊരു ഗുണവുമില്ല. അത് നമ്മൾ രണ്ടു പേർക്ക് നല്ലതല്ല. സോ ലെറ്റ്സ് ഹാവ് എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. ഓക്കെ? പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാനൊന്ന് ചിരിച്ച അതിന്റെ അർത്ഥം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നല്ല.
തന്നോട് ഞാൻ സംസാരിച്ച അത് ഫ്ലേട്ടിങ്ങോ അല്ല. ഗോട്ട് ഇറ്റ്? ഇത്ര കഷ്ടപ്പെടണ്ട. പ്രൊഫഷണലിസത്തിന്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയാം. ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതാ, ഒരു നല്ല കരിയർ ഉണ്ടാക്കാൻ, അല്ലാതെ തന്നെ കണ്ടിട്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ തനിക്ക് നല്ലത്. ഫ്രണ്ട്സ് അല്ല, കൊലീഗ്സ്. ഓക്കെ, നൗ ഗെറ്റ് ബാക്ക് ടു വർക്ക്. അളിയ വല്ലതും നടന്നോ? അതിനിതെന്താ ന്യൂ ജനറേഷൻ പടോ? അവള് നിന്നെ പൊരിച്ചു അല്ലേ? അവളെ റെഡിയാക്കാടാ, കുറച്ച് സമയം കൂടി വേണം. ഡാ എനിക്കിവിടെ മടുത്തടാ. എന്തു പറ്റി? ഇവിടെ പണിയെടുത്ത് പറ്റൂടാ. പണിയെടുക്കാതെ? പണിയല്ലേ മെയിൻ. ഇല്ലേ പണി കിട്ടും മോനെ. എന്താ അളിയ അരി വെന്താ? യാ, ഇനി ഊറ്റിയാ മാത്രം മതി. എന്നാൽ സന്തോഷ് ശിവൻ റെഡി. അത് നന്നായിരിക്കും. അളിയ അവളിന്ന് നല്ല മൂടില്ല. ഇന്ന് പ്രപ്പോസ് ചെയ്താൽ എന്തായാലും വീഴും. എന്തു പറ്റിടാ? എന്തോ പ്രപ്പോസ് ചെയ്യാനൊരു ടെൻഷൻ. എനിക്ക് അവളെ ശരിക്കും ഇഷ്ടമാണ്. ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അവളെപ്പോലൊരു പെൺകുട്ടിയെ ഈ ജന്മത്തെനിക്ക് കിട്ടൂല. ഇതിപ്പോ പഴയ സിനിമ പോലെ ആയല്ലോ. ഇനിയിപ്പോ ഏട്ടനോട് എന്തു പറയും? എനിക്കും അതാ ഒരു ടെൻഷൻ. ആ വരട്ടെ, നോക്കാം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഏട്ടാ, എനിക്ക് നിധിയെ ഇഷ്ടമാണ്. അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. നീ അല്ലടാ പറഞ്ഞത് അവള് ഫ്രോഡാണെന്ന്? എന്നിട്ടിപ്പോ അവളെ ഇഷ്ടമാണെന്നോ? ശരിക്കും നീ അല്ലടാ ഫ്രോഡ്. ഞാൻ അവളെ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. ഏട്ട സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും അവളെ കെട്ടും. ഞാനെന്താ ഉണ്ടാക്കനാ? അവളെ പ്രേമിക്കാൻ അറിയാമെങ്കിലേ എനിക്ക് അവളെ കെട്ടാനും അറിയാം. ഞാനേ നിന്നെ പോലെ ഒരു ഫ്രോഡല്ല, മനസ്സിലായോ? നീ പോയേ. അപ്പൊ പണി കൊടുക്കാല്ലേ? പണി കൊടുക്കാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. നിധിയുടെ വീട്ടിലെ നമ്പർ ഒപ്പിച്ചോ? അതൊക്കെ ഞാൻ പൊക്കി. വിളിച്ചിട്ട് നീ എന്താ പറയാ? നിങ്ങളുടെ മകൾ വരുൺ എന്ന പയ്യനുമായി പ്രണയത്തിലാണ്. അവർ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ വരുൺ പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാപാലികനാണ്. നിധിയെയും അവനുടനെ നശിപ്പിക്കും. പക്ഷേ നിധിക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മകളെ രക്ഷിച്ചോളൂ. എങ്ങനെയുണ്ട്? നീ കാര്യം പറഞ്ഞ് വേഗം ഫോൺ വെക്കണം. വെറുതെ വളവള അടിച്ച് കൊളാക്കരുത്.
ഞാൻ ഏറ്റു. നമുക്ക് കോയിൻ ബോക്സിൽ നിന്ന് വിളിക്കാം. ജോസഫേട്ടൻ്റെ കടയിലേക്ക് പോവാം. ആ എവിടുന്നെങ്കിലും വിളിക്കാം. നീ വണ്ടി എടുക്ക. നീ ഇത്ര ചീപ്പാവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഏട്ടൻ എന്താ പറ്റിയ? മോനെ, എന്റെ അടുത്ത് വേണ്ട നിന്റെ നമ്പർ. നീ നിന്റെ വീട്ടിലേക്ക് വിളിച്ചില്ലേ? ഏട്ടൻ എന്താ ഈ പറയുന്നേ? നീ നോക്കിക്കോ, അവളെ കെട്ടിയില്ലെങ്കിൽ എന്റെ പേര് വരണമെന്നല്ല. നീ കളിക്ക്, നമുക്ക് കാണാം. അവന്റെ ഒരു ഫോൺ കോൾ. എന്തു പറ്റി അബി? നിധി, അന്ന് കോളേജിൽ ഞാൻ ചെയ്തത് ശരിക്കും ചെറ്റത്തരാ. അന്ന് താൻ എനിക്ക് വെറൊരു ടൈം പാസ് മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ നിന്നെ ശരിക്കും മനസ്സിലാക്കിയത്. സത്യം നിധി, ഐ റിയലി ലവ് യു. നമുക്ക് പഴയതെല്ലാം മറന്നൂടെ? കഴിഞ്ഞോ? നീ എന്താ വിചാരിച്ചത്? ഞാൻ നിന്നോട് കുറച്ച് ചിരിച്ചു വർത്താനം പറഞ്ഞപ്പോ ഞാനെല്ലാം മറന്നു. നിനക്ക് പ്രണയം ഒരു തമാശൻ ടൈം പാസും ആയിരിക്കും. പക്ഷേ നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പെൺകുട്ടികളെ കുറിച്ച്? പിന്നീട് അവർക്കെന്ത് പറ്റിയെന്ന് നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? നിധി, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്കെന്താ സംഭവിച്ചെന്ന്? അറിയോ നിനക്ക്? തന്നെ വെറുത്തുപോയ നാളുകൾ, ജീവിതത്തോട് തന്നെ ഒരു വല്ലാത്ത മടുപ്പ്. ഉറക്കം പോലും ഇല്ലാത്ത ദിവസങ്ങൾ. ചതിക്കപ്പെട്ടവളുടെ നിരാശ. എല്ലാവരോടും ദേഷ്യമായിരുന്നു, ഈ ലോകത്തോട് തന്നെ. പിന്നെ എങ്ങനെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്തിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ വല്ലാത്ത പരീക്ഷണങ്ങളുടെ ദിവസങ്ങളായിരുന്നു അത്. പിന്നെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. അന്നത്തെ ആ സംഭവത്തിന് ശേഷമാണ് മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയാ. ഇതൊന്നും അല്ല, നീ കരയാനിരിക്കുന്നതേ ഉള്ളൂ. പൊട്ടി പൊട്ടി കരയും. പഴയ ഓർമ്മകൾ കുത്തി നോവിക്കുന്നതിന്റെ നീറ്റൽ നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. Abhay, your performance is gradually increasing. താങ്ക്സ് സാർ. സാർ, Yes? ഞാൻ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. What? എന്താ അഭയ്? സോറി, ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു ടോക്ക്. താങ്ക് യു സാർ. അഭയ്, അഭയ്, ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? തന്റെ സ്മാർട്ട്നെസ് ഒക്കെ എവിടെ പോയിടൂ? ഹേ, കം ഓൺ മാൻ, എന്താ പ്രോബ്ലം?
അബേ ഇതുപോലുള്ള പ്രോബ്ലംസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കളിയെല്ലാം വിട്ട് ഫ്യൂച്ചറിൽ ശ്രദ്ധിക്കുക. ഒരുപാട് ഉയരത്തിൽ എത്താനുണ്ട് നിനക്ക്. സോ നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ സ്വീകരിക്കില്ല. ശരിയായൊന്ന് ആലോചിക്കുക. ഭക്ഷണം എടുത്ത് വെക്കട്ടെ. ആ മോനെ അഭി, ഇതെന്തു പറ്റി? അഭി, എന്തു പറ്റിടാ മോനെ? ഒന്നുമില്ല. വരുൺ എന്നോടെല്ലാം പറഞ്ഞു. മോൻ ചെയ്തത് ശരിയാണോ? ആണോ? പറ. അല്ല മോനു, ഈ പ്രണയം സ്നേഹം എന്നൊക്കെ പറയുന്നത് തമാശയല്ലടാ. ഒരു പെണ്ണിന് അത്രയും വിശ്വാസമാവുമ്പോഴേ അവളുടെ ഹൃദയം നിനക്ക് തരൂ. അത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ്. എടാ, അതിനോടൊപ്പം നിന്നോടുള്ള അവളുടെ വിശ്വാസം കൂടിയാ പോകുന്നത്. നീ കരുതുന്നത് പോലെ ഒരുമിച്ചുള്ള കറക്കവും കെട്ടിപ്പിടുത്തവും കോഫി കുടിക്കലും അല്ല പ്രണയം. പ്രണയിക്കാൻ ആദ്യം നല്ലൊരു മനസ്സ് വേണം. മനസ്സ് ശുദ്ധമായാൽ എല്ലാം ശരിയാവും. ദൈവം ഹൃദയത്തിൽ തൊടുന്ന ഒരു നിമിഷം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പോഴാണ് പ്രണയം സ്നേഹമൊക്കെ നമ്മൾ അറിയുന്നത്, അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആരുടെ ഹൃദയത്തിലും പോറലേൽപ്പിക്കരുത്. ഏട്ടാ, ഏട്ടാ, ഐ ആം സോറി. റിയലി സോറി. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഞാൻ ചെയ്തത് വലിയ തെറ്റാ. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ചേരേണ്ടത്. നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് പൂർണ്ണ സമ്മതം. ഇപ്പഴാടാ നീ എൻ്റെ അനിയനായത്. എല്ലാം വിട്. വീട്ടുകാരെ സമ്മതിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തണം. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് ഫാമിലിയും ആദ്യം ഒരു ഡിന്നറിന് വിളിക്കാം. അതാവുമ്പോൾ രണ്ട് ഫാമിലിയും പരസ്പരം അറിഞ്ഞാൽ കാര്യം എളുപ്പമായി. അത് കൊള്ളാടാ. വാ. എങ്ങനെയുണ്ട്? കൊള്ളാം, സ്റ്റൈലായിട്ടുണ്ട്. ഒരു മമ്മൂട്ടി ലുക്ക്. ഏത് മൃഗയിലെ മമ്മൂട്ടിയാ? അല്ല, നീ എന്താ റെഡിയാവാത്ത? ഞാനെത്തിക്കോളാം. കാര്യങ്ങൾ നടക്കട്ടെ. താങ്ക്സ് ഡാ. എടാ, ഒന്നിങ്ങോട്ട് ഇറങ്ങാൻ. ഓൾ ദി ബെസ്റ്റ്. പെണ്ണുങ്ങളെക്കാട്ടിലും വലിയ ഒരുക്കമാണല്ലോ. മൂത്തതും കണക്കാ, ഇളയതും കണക്കാ. വരുണേ, സമയായി, ഇറങ്ങ. ദേ വരുന്നച്ചാ. ആ, അഭി അങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? അവൻ വരുമ്പോ വരട്ടെ. സുമ പെട്ടെന്ന് ഇറങ്ങ. ലേറ്റ് ആയോ എന്തോ. നീ വേഗം കാർ എടുത്തു. അവരവിടെ കാത്തിരിക്കുന്നുണ്ടാവും. മോനെ, പെട്രോളൊക്കെ അല്ലേ? അതൊക്കെ ഉണ്ടച്ചാ. ഓ പിന്നെ, നിങ്ങളല്ലേ ഇവിടെ എണ്ണയുടെ കാര്യം നോക്കുന്നത്. മിഴികൾ പിന്നെയും പറയാതെ പറയുന്നതെന്തേ? മൊഴികളിൽ പൂക്കാത്ത വാക്കിൻ്റെ മാധുരിമയാണോ? അറിയുന്നു ഞാനാ മഴയുടെ പ്രണയാർദ്രഗാനം.
തിരയുന്നു നിന്റെ ഹൃദയത്തിലുണരുമാ ഭാവം മിഴികൾ ആദ്യമായി കാണുന്ന നിമിഷങ്ങളിൽ എൻ സ്വന്തമാകുന്നൊരനുഭൂതിയിൽ ആദ്യമായി കാണുന്ന നിമിഷങ്ങളിൽ എൻ സ്വന്തമാകുന്നൊരനുഭൂതിയിൽ മനസ്സുകൾ അറിയാതെ അറിയുന്നുവോ ഹൃദയങ്ങളൊന്നാകുമനുരാഗമോ പ്രിയനിൻ അരികിൽ അണയാൻ മോഹം പ്രിയനിൻ അരികിൽ അണയാൻ മോഹം മിഴികൾ പിന്നെയും പറയാതെ പറയുന്നതെന്തേ മൊഴികളിൽ പൂക്കാത്ത വാക്കിൻ്റെ മാധുരിമയാണോ ഇരുളിൽ മായുന്ന മോഹങ്ങളോ ഇടനെഞ്ചു പിടയുന്ന വേദനയിൽ ഇരുളിൽ മായുന്ന മോഹങ്ങളോ ഇടനെഞ്ചു പിടയുന്ന വേദനയിൽ മിഴിനീരിലെഴുതിയ കൺപീലിയോ പരിഭവമുണരുന്നൊരധരങ്ങളോ പ്രിയനി പറയൂ അറിയാൻ മോഹം പ്രിയനീ പറയൂ അറിയാൻ മോഹം മിഴികൾ പിന്നെയും പറയാതെ പറയുന്നതെന്തേ മൊഴികളിൽ പൂക്കാത്ത വാക്കിൻ്റെ മാധുരിമയാണോ അറിയുന്നു ഞാനാ മഴയുടെ പ്രണയാർദ്രഗാനം തിരയുന്നു നിന്റെ ഹൃദയത്തിലുണരുമാ ഭാവം മിഴികൾ അതൊന്നും ഇത്ര ബോധറിയേണ്ട കാര്യമില്ലപ്പാ. നമുക്കത് ഹോട്ടലിൽ റൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ അങ്കിൾ. പിന്നല്ലാതെ. ആ വാബി, ഇതാണ് എൻ്റെ ഇളയ മകൻ അഭയ്. ഹായ്. ഹലോ, ലേറ്റ് ആയില്ലേ? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതെ, ഫുഡ് നന്നായിരുന്നു. ബാക്കിയുള്ളവരെവിടെ? ആ സുധാകരൻ, ഞാനൊരു ചെറിയ ഫംഗ്ഷനാണ്. വിളിക്കാം തിരിച്ചു വിളിക്കാം. 8 മണിക്ക് ശേഷം ഉണ്ടാവും. ഹായ് അബി, എപ്പോ എത്തി? ഞങ്ങൾ ബാച്ച്മേറ്റ്സ് അമ്മേ. അബിക്കിപ്പോ എന്താ ഓർഡർ ചെയ്യേണ്ടത്? ഇപ്പൊ വേണ്ട. ആ ഇനിയിപ്പോ എന്താ പരിപാടി? അപ്പോ നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം അറിയിച്ചിട്ട് വീട്ടിലേക്ക് വരൂ. പെണ്ണുകളുടെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും വീട്ടുകാരെയും പിന്നെ ബന്ധുക്കളെയൊക്കെ ഒന്ന് കാണാലോ. ആയിക്കോട്ടെ, ഞങ്ങൾ ആലോചിച്ചൊരു ദിവസം വിളിച്ചു പറയാം. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ? ശരി, പോവാം. നടക്ക് സുമേ. നല്ല കുടുംബമാണെന്ന് തോന്നല്ലേ അമ്മേ? ശ്രുതി വാ. എന്താ ഏട്ടാ ഇതൊക്കെ? എന്താ അവിടെ സംഭവിച്ചത്? നിധിക്ക് എന്ത് പറ്റി? ഇവിടെ എന്താ ഇപ്പൊ ശ്രുതി? ഞാൻ സ്നേഹിച്ചത് ശ്രുതിയാടാ.
അപ്പോൾ ഏട്ടൻ അന്ന് പറഞ്ഞതോ? നിന്റെയും നിധിയുടെ ലവ് സ്റ്റോറി ഞാൻ അറിയുന്നത് ശ്രുതിയിൽ നിന്നാണ്. എൻ്റെ അനിയൻ്റെ തമാശകളെ കുറിച്ച് കേട്ടപ്പോൾ വിഷമമായി. ഓഫീസിൽ വന്നതും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് പുറകെ നടന്നതും പിന്നെ പ്രണയിച്ചതുമൊക്കെ ശ്രുതിയെയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് അടുത്തു. അതിനിടയിൽ എപ്പോഴോ ആണ് നിങ്ങൾ ബാച്ച്മേറ്റ്സ് ആയിരുന്നു എന്ന് ശ്രുതി പറഞ്ഞത്. നിന്റെയും നിധിയുടെയും റിലേഷനിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ശ്രുതിയാ പറഞ്ഞത്. നിധിയുടെ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ വിഷമം തോന്നി. നീ ഇട്ടെറിഞ്ഞു പോകുന്ന പെൺകുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് നിനക്കറിയാൻ വേണ്ടി ഞാൻ നിധിയുടെ ഫോട്ടോ വെച്ച് ഒരു പരീക്ഷണം നടത്തി. പിന്നെ അതിന് പിന്നാലെ പോയതൊക്കെ നീയല്ലേ. എൻ്റെ അനിയനെ വലിയൊരു തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചെറിയൊരു നുണ പറയേണ്ടി വന്നു. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കടാ. ഏട്ടാ അബി, എന്താടാ പോട്ടടാ. നിനക്ക് നിധി അത്ര ഇഷ്ടമാണെങ്കിൽ നീ പോയി പറടാ. അവള് വിശ്വസിക്കില്ല. നീ സംസാരിച്ചു നോക്ക്. ഒരാൾ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് പറയുമ്പോൾ ഏതൊരു പെണ്ണിനും മനസ്സിലാവും. നീ പോയി പറ. നിനക്ക് നിധി അത്ര ഇഷ്ടമാണെങ്കിൽ നീ പോയി പറടാ. നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പെൺകുട്ടികളെ കുറിച്ച്? പഴയ ഓർമ്മകൾ കുത്തി നോവിക്കുന്നതിന്റെ നീറ്റൽ നീ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നീ സംസാരിച്ചു നോക്ക്. ദൈവം ഹൃദയത്തിൽ തൊടുന്ന ഒരു നിമിഷം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പോഴാണ് പ്രണയ സ്നേഹമൊക്കെ നമ്മൾ അറിയുന്നത്. നീ പോയി പറ. മോർണിംഗ് മാം. ലിസ, ചെക്ക് ദ ഡീറ്റെയിൽസ്. ഓക്കെ മാം. ആ, ഒന്ന് ശരിയാണെന്ന് നോക്കൂ. ഓക്കെ. നിധി, നിധി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്കറിയാം ഞാൻ ഒരു ചതിയനാന്ന്. നീ എന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടെന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള കേട്ടിട്ട് നിനക്ക് എന്തും തീരുമാനിക്കാം. എല്ലാം നമ്മൾ പറഞ്ഞു തീർത്തതല്ലേ. നിധി, എനിക്കിപ്പം മനസ്സിലായി, ലവ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. ഞാനിവിടെ വന്നത് വെറും ഒരു വാശിപ്പുറത്താണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് യഥാർത്ഥ നിധി എനിക്ക് മനസ്സിലായത്. നീ എന്നെ ഒരു നല്ല മനുഷ്യനാകാൻ സഹായിച്ചു. ഇപ്പോൾ ഞാനാ നിന്റെ കൂടെയുള്ള ജീവിത സ്വപ്നം കാണുന്നത്. ഐ ലവ് യു നിധി. എനിക്ക് ഒരു ലാസ്റ്റ് ചാൻസ് തന്നൂടെ പ്ലീസ്? സോറി. നിധി, എനി പ്രോബ്ലം? നത്തിങ് സർ. ഓക്കെ. അബേ,
ആരാ? എന്താ? നിക്കടി പിന്നാരം മോളെ. നീ ഇല്ലടി ഇപ്പൊ അവന്റെ പുതിയ മറ്റവള്. എടാ ഇവളെ പിടിച്ചു കഴിഞ്ഞാ അവന് നമ്മുടെ നോർത്ത് വിട്ടാൽ മതി. പിടിച്ചു നീ രക്ഷപ്പെട്ടു പോകാൻ എന്താ നിങ്ങൾ അഭയെ പറ്റി ഒരു വിവരമില്ലല്ലോ. അയ്യോ സാർ, എനിക്കറിയില്ല സാർ. ഞാൻ ഇന്നലെ അവനെ കണ്ടിട്ടില്ല സാർ. അബി, നീ എവിടെയാടാ? ഹലോ നന്ദൻ സാർ. ആ വരുൺ പറയൂ. വരുൺ, എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ? അമ്മ ഞാൻ വിളിക്കാം. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തിരിച്ചു വിളിക്കാം. നീ എവിടെയാ?
നിങ്ങളൊക്കെ ആരാ? എന്തിനതൊക്കെ? നിനക്കറിയണോ അല്ലേ? പൊന്നുപോലെ വളർത്തിയ എന്റെ മകളുടെ അവസ്ഥ നീ കാണണം. അമ്മ മരിച്ചുപോയി അവളെ ഒരു കുറവില്ലാതെയാണ് ഞാൻ വളർത്തിയത്. അവളെ ജീവച്ചവൻ പോലെ ആക്കിയത് നീയാ. എന്റെ മോളുടെ പഴയ ചിരിയും കളിയും തരാൻ കഴിയുമോ നിനക്ക്? പറടാ, പറയാൻ. എന്താ നിങ്ങൾ പറയുന്നത്? പ്രേമമാണെന്നും പറഞ്ഞ് ഇനിയൊരു പെണ്ണിനെ കൂടി നശിപ്പിക്കാൻ നിന്നെ കൂടെ അനുവദിക്കില്ലടാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിനക്കറിയില്ലടാ. നടക്കണോട് എന്നെ വിട്. എങ്ങോട്ടേ കൊണ്ടുവന്ന്?
അബി അബി മോണി ആ സോറി സാർ, ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു. ഓളെ എന്ത് പറ്റിയടി? എന്താ എന്താ ഡോക്ടർ? ഞാൻ വിളിച്ച അവളെ എഴുന്നേക്കും. ഗീതു ഗീതു എഴുന്നേക്ക് ഗീതു. ഡോക്ടർ ഗീതു മോളെ കണ്ണു തുറക്ക്. ഗീതു മോളെ നോക്കി. ഗീതു അബിയല്ലേ ഇത്? അതാ വന്നു. അബി 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 നീ എവിടെയായിരുന്നു ഇതുവരെ? അബി അബി എന്താണ് അബി? എന്തൊരു കോലാടാ ഇത്? ആകെ മെലിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ പോവാൻ വാ. പോവാടാ അബി. അബി 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 എടാ അബി അബി അബി